പരാതികളും പരിഭവങ്ങളുമില്ല എന്ന ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. വിജയം ഉറപ്പാണ്. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും ഷാനിമോൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇവിടെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വനിതയായിട്ടുള്ള സ്ഥാനാർത്ഥി ആലപ്പുഴയ്ക്ക് വളരെ നാൾക്ക് ശേഷം ഒരു ശക്തയായ സ്ഥാനാർത്ഥി തന്നെ ലഭിച്ചു എന്നതാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ഒരു പോരാട്ടമായിരുന്നു. അതിനുശേഷം ആളുകൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാം? അല്ല, എനിക്ക് ആദ്യം മുതലേ ഉള്ള കാര്യം തന്നെയുള്ളൂ. UDF ഈ സീറ്റ് നിലനിർത്തും, നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. പ്രത്യേകിച്ച് UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിലാകമാനം ഉണ്ടെന്നാണ് ഈ വോട്ടിംഗ് പാറ്റേണൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള ഭൂരിപക്ഷം ആലപ്പുഴയിൽ കാണും. ഉയർന്ന ഭൂരിപക്ഷം വരുമ്പോൾ സാധാരണ UDFന് അനുകൂലമായിട്ടാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെയായിരിക്കും. ഇത് രാഷ്ട്രീയ സാഹചര്യമാണിത്. ദേശീയ തലത്തിലുള്ള തുടക്കം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും UDFന് അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും. സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച്? വളരെ നന്നായിട്ട് തന്നെ താഴെ തലങ്ങളിലുള്ള കമ്മിറ്റികളൊക്കെ തന്നെ നേരത്തെ അവർ വളരെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ കാടിളക്കിയുള്ള പ്രചരണം. അതിൽ പലപ്പോഴും ഉയർന്നു വന്നതാണ് ഈ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളെക്കുറിച്ചുള്ള പരാതികളും വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നേതൃത്വം തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് എത്തരത്തിലായിരുന്നു? സത്യത്തിൽ അത് നേതൃത്വം അടഞ്ഞിട്ടുള്ളൂ. നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു മൂല്യം അവിടെ തന്നെയാണ്. സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി വിട്ടതിനിടയ്ക്ക് ഒരു തവണ പോലും സാമ്പത്തിക പരാധീനത എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോടൊരു പ്രവർത്തകനും പറഞ്ഞിട്ടില്ല. അവർ തന്നെ മാനേജ് ചെയ്ത്. ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ 23-ാം തീയതി ഇരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫലത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷ? ഒരു സംശയമില്ല, നമ്മൾ ജയിക്കും. ആലപ്പുഴയിൽ ഈ MP ആയിട്ട് വന്നാൽ ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിശദീകരണം തരാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഈ കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളാണല്ലോ, അല്ലെങ്കിൽ മണിക്കൂറുകളാണല്ലോ ഇത്. ഈ പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പാർട്ടി ഏത് തരത്തിലാണ് വിശകലനം ചെയ്യുന്നത്? അല്ല, പാർട്ടി കണക്കുകൾ എടുക്കുന്നേ ഉള്ളൂ. സത്യത്തിൽ ഇന്നലെ ഒരുപാട് വൈകിയ നമ്മുടെ പല ബൂത്തിലും ഈ വോട്ടെടുപ്പ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പാർട്ടി അതിൻ്റെ കണക്കുകൾ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് അതിനെ സംബന്ധിച്ച് നോക്കും, അസസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചാരണത്തിന് ഇവിടെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ഏത് തരത്തിലായിരുന്നു? അതെല്ലാം നമുക്ക് ഗുണമായി. കാരണം ദേശീയ തലത്തിൽ ഉള്ള നേതാക്കന്മാരെത്തുക എന്ന് പറയുമ്പോൾ വലിയ ആളുകളുടെ ഇടയിൽ അത് ഒരു പ്രാധാന്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കുറേ കൂടി താഴെ തലത്തിലേക്ക് ആ മെസ്സേജ് കൊടുക്കാൻ അതുകൊണ്ട് സാധ്യമായി. ഈ പ്രചരണം കഴിഞ്ഞ് വോട്ടെടുപ്പ് ദിവസത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അവസാന മണിക്കൂറുകളിൽ ചില സ്ഥലങ്ങളിൽ ചില ബൂത്തുകളിലേക്ക് ചെന്നപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു? അല്ല, അത് ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ കുറേ വോട്ടർമാരെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായൊരു പരിശ്രമം അവിടെ ഉണ്ടായി. ഞാൻ ഒറ്റ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ പോയിട്ടില്ല. കാരണം അതിൻ്റെ ശരിയല്ല, ചട്ടപ്രകാരം അല്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. ഇന്നലെ വരെ ഞാൻ ചെയ്തിട്ടുമില്ല, ഇന്നും ചെയ്യില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യില്ല, ഞങ്ങൾ തിരിച്ചു പോകും. 3.5 മണിക്കൂറായി. ഞാനൊരു കാര്യം പറഞ്ഞു, അവിടെ നിൽക്കുന്ന വോട്ടർമാരെല്ലാം എനിക്ക് അനുകൂലമല്ലല്ലോ, ഏകദേശം 300 ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 300 ഉള്ള ആൾക്കാരെ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരല്ല. പക്ഷേ ജനാധിപത്യത്തിൽ വോട്ടവകാശം ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. നിങ്ങൾ 3.5 മണിക്കൂർ കാത്തു നിന്നിട്ട് വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ഇറങ്ങത്തില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അധികാരമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കുള്ള അധികാരത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് ഏറ്റവും അവസാനത്തെ സ്ത്രീയും വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു. പ്രചാരണ കാലഘട്ടം കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞു. പരാതികളോ പരിഭവങ്ങളോ എന്തെങ്കിലും? എനിക്കൊരു പരാതിയില്ല, പരിഭവമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതും. വിജയം ഉറപ്പാണ്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകാൻ കഴിഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാഹിൻ ജാഫറിനൊപ്പം എബി തോമസ്, മീഡിയ 1 ആലപ്പുഴ.